അരി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് പുഴുങ്ങല്ലരിയും പിന്നെ ഞാൻ ഒരു ചെറിയൊരു കയ്യിൽ പയറാണ് കേട്ടോ നമ്മൾ കറി വയ്ക്കേണ്ട പയറും പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ 2 തവി ഉഴുന്ന് പരിപ്പാണ് കേട്ടോ അത് വെള്ളത്തിലിട്ട് വെച്ചത്. ഇതെല്ലാം കൂടി ഒന്നിച്ച് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ തലേ ദിവസം ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് കുറച്ചെടുത്ത് അരച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. രാവിലെ തന്നെ അരച്ച് നമ്മളൊരു 6 മണിക്കൊക്കെ അരച്ച് കഴിഞ്ഞാൽ ഒരു 10 മണിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു 9 മണിയോട് കൂടിയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദോശ ആയാലും അപ്പായാലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇഡ്ഡലിക്കും എല്ലാത്തിനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ആദ്യം അരച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തതും അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അരി മാത്രമായിട്ട് അരയ്ക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അരി മാത്രമാക്കി അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അരയാറില്ല കേട്ടോ. ഉഴുന്നും ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാറുണ്ട് കേട്ടോ. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പം ഇടയ്ക്ക് ഞങ്ങൾ ശ്രദ്ധിക്കില്ല. അരിയാകുമ്പോൾ ഒരുപാട് സമയം ഇരുന്നാലും അറിയില്ല. ഇങ്ങനെ ആകുമ്പോൾ അറിയാം. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ അത് ഇപ്പം തന്നെയാണ് കൂട്ടി വെക്കുന്നത് കേട്ടോ. ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇപ്പം തന്നെ കൂട്ടി വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് വേറെ മാറ്റി വയ്ക്കാം. ഞാനിതൊരു 5:45 ആകുമ്പോഴാണ് കേട്ടോ അരച്ച് വയ്ക്കുന്നത്. എനിക്കിനി ഒരു 8:30 9 മണി 9:30 ആകുമ്പോഴത്തേനും ആയാൽ മതി. അപ്പോഴേക്കും ഇത് നല്ല പോലെ സെറ്റാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ല പോലെ കൈ കൊണ്ട് ആദ്യം അരച്ചതും ഇപ്പം അരച്ചതും കൂടിയൊക്കെ മിക്സാക്കാം. നല്ല വെണ്ണ പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് മിക്സാക്കുന്നത്. പിന്നെ ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. പെട്ടെന്ന് ഇതാവാനാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മാവ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി വന്ന മാവ് ഒരു ലേശം എടുത്ത് വെച്ചിട്ട് അതും ഇതിൽ മിക്സാക്കിയാലും നല്ലപോലെ ഇതാവും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ഇരിക്കും തോറും നല്ല പോലെ പുളി വരും, നന്നായി പൊന്തി വരും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വല്ലാണ്ട് ഇതിൽ സോഡാപ്പൊടി വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. നമുക്ക് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ അരച്ച് വെച്ചാൽ മതി. വൈകുന്നേരം ഇപ്പോൾ നമ്മൾ 4 മണിക്ക് സ്കൂൾ വിട്ട് മക്കൾ വരുമ്പോഴത്തേനും ഇതുപോലെ ദോശ എന്ത് വേണേലും ഉണ്ടാക്കി കൊടുക്കാനും അപ്പോഴേക്കും ഇത് നല്ല പോലെ ഇതായിട്ടുണ്ടാവും. നമ്മൾ നല്ലപോലെ ഇങ്ങനെ കൈ കൊണ്ട് നല്ല ഇതാക്കി കൊടുക്കുക. അപ്പം ഇനി ഇതിലിപ്പോൾ ആവശ്യത്തിന് ദോശയുടെ ഒരു മാവ് ഇതിൽ തന്നെ ഇരിക്കുന്നത് കട്ടി ഇല്ലതാണ് അറിയാൻ പറ്റും. ഞാൻ കുറച്ച് വെള്ളം ഇത് ഒഴിക്കുന്നുണ്ട്. മിക്സി കഴുകിയ വെള്ളം കൂടി ഇത് ഒഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ വേണമെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര ഇപ്പം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിപ്പോൾ എടുക്കാനുള്ളതിൽ മാത്രം ആഡ് ചെയ്യാം. അങ്ങനെ എന്താണ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിത് മൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എൻ്റെ മോള് വീഡിയോ പിടിക്കുന്നതായിട്ട് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് തന്നെ ഉണ്ടാക്കി കഴിച്ചു വന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ മാവ് ഇതാണ്. നമ്മുടെ മാവ് കണ്ടാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് പൊങ്ങി എത്രത്തോളം അത് പൊങ്ങി വന്നിട്ടുണ്ടെന്നുള്ളത്. ഞാൻ അവൾ കുറച്ച് മാവ് ഇതിലോട്ട് എടുത്ത് ഇതിലോട്ട് വെച്ചിട്ടാണ്. മാവ് കണ്ടാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തലേ ദിവസം അരച്ച് വയ്ക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ തന്നെ രാവിലെ തന്നെ അരച്ച് വെച്ചാലും നമുക്ക് രാത്രിക്കലേക്ക് ദോശ ചുടണമെന്നോ അല്ലെങ്കിൽ 4 മണിയൊക്കെ ആകുമ്പോൾ മക്കൾ വരുമ്പോഴത്തേനും ദോശ ചുടണമെന്ന് വെച്ചാൽ നല്ല ദോശ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ദോശ ആയാലും അപ്പായാലും ഇഡ്ഡലി ആയാലും ഒക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. ഞാൻ ഇന്നിപ്പോൾ ഒരു 5:45 ആകുമ്പോഴാണ് ഇത് അരച്ച് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ദോശ കിട്ടുക. ഞാനിപ്പോൾ ഇവിടെ ദോശയാണ് അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇവിടെ ദോശ ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയിപ്പോൾ രാത്രി ഉപയോഗിക്കണമെങ്കിൽ രാത്രിക്കോ നാളേക്കോ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മാവ് ഇതുണ്ടല്ലോ
ഇതിലിപ്പോൾ കുറച്ച് മാവുണ്ട് കേട്ടോ. നമുക്ക് ഈ മാവ് കുറച്ചുള്ളൂ. ഈ മാവിൽ എന്താ പറയുക, നമ്മുടെ മുഖത്ത് പറ്റാനായിട്ട് ഇതിലിപ്പോൾ അരിപ്പൊടിയും ഉഴുന്നും ഉണ്ട്, പച്ചരിയും ഉണ്ട്, പുഴുങ്ങലരിയും ഉണ്ട്. പിന്നെ ധാന്യങ്ങളിട്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ ഇപ്പോൾ പരിപ്പ് പയറൊന്നും തിന്നാത്തവർക്കൊക്കെ അതും അവരെ വയറ്റിലെത്തും. അതിനും കൂടിയിട്ടാണ് ഞാൻ കുറച്ച് പയർ എടുത്തിട്ടത് കേട്ടോ. അപ്പോൾ ഇതിലത്തെ മാവിന്ന് ഒരു പോർഷൻ ഉണ്ട്, ഉണ്ടല്ലോ നമ്മളുടെ മുഖത്ത് നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല പോലെ മുഖം കളർ വയ്ക്കും കേട്ടോ. നല്ല ഇതാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. മുഖത്ത് നല്ല ഇതെന്ന് വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് മുഖത്ത് പറ്റി കൊടുത്താൽ. അതുപോലെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഞാൻ കണ്ടുപിടിച്ചതാട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിതിങ്ങനെ കയ്യുമ്മൽ ഇങ്ങനെ പറ്റാറുണ്ട് കേട്ടോ. പറ്റിയപ്പോഴുണ്ട് നമ്മളുടെ ഈ മോതിരാണെങ്കിലും ഈ ഗോൾഡുകളൊക്കെ ആണെങ്കിലും നല്ല കളർ വരുന്നുണ്ട് കേട്ടോ. ഞാനതിങ്ങനെ ചെയ്ത് നോക്കിയിട്ടാ. അപ്പോൾ നോക്കിയപ്പോൾ ഗോൾഡൊക്കെ നല്ല കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ, നല്ല കളർ വരും. അപ്പം നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ ബെസ്റ്റാണ് നമ്മളുടെ ഈ പൊടിയിട്ട നമ്മളുടെ മാവ്. അതുപോലെ തന്നെയാണ് ഈ മാവ് എടുത്തിട്ട് നമുക്ക് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇതാണ് കേട്ടോ. നല്ല ആയിട്ട് കളർ വരും. ഗ്ലാസ് ആണെങ്കിലും ഇത്തിരി ബിംബാറോ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ വാഷ് ബേസിനാണെങ്കിലും ഇതൊക്കെ കഴുകി കഴിഞ്ഞാൽ നല്ല കളർ വരും കേട്ടോ. ഞാനിപ്പോൾ ഇത് മുഖത്താണ് കേട്ടോ പറ്റി കൊടുക്കുന്നത്. മുഖത്ത് പറ്റിയിട്ട് നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം മുഖം നല്ല പോലെ കഴുകണം കേട്ടോ, എന്നാലാണ് നമ്മുടെ മുഖത്ത് ആ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ മുഖം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോഴാണ് ഈ മുഖത്തുള്ള കുരുക്കൾ വരാതിരിക്കാനായിട്ട്, മുഖത്തുള്ള ഒരു കൊഴുപ്പ്, ഒരു മഴയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോവാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുഖം രാവിലെ എണീറ്റാൽ മുഖം നല്ല പോലെ ഫേസ് വാഷോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഇട്ടിട്ട് മുഖം കഴുകുക. അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നാലും രാത്രിയാണെങ്കിൽ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ മുഖം നല്ല ഫ്രഷ് ആക്കുക. അപ്പോൾ ഈ കുരുക്കളൊന്നും വരില്ല. ഈ രോമത്തിൻ്റെ ഉള്ളിലുള്ള ഈ എന്താ പറയുക അഴുക്കൊക്കെ ഇരുന്നിട്ടാണ് ഈ കളറ് കുറഞ്ഞവർക്കൊക്കെ പെട്ടെന്ന് കളറ് മങ്ങിപ്പോണത്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് മുഖത്ത് പറ്റിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ലൊരു റിസൾട്ടാണ്. കണ്ണിൻ്റെ അവിടെ ആയാലും ചുണ്ടാണെങ്കിലും മൂക്കാണെങ്കിലും ഒക്കെ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കഴുത്തിൽ ഇട്ട് കൊടുത്താൽ മസ്റ്റാണ് കേട്ടോ. കറുത്ത പാടുകളും ഈ കരിവാളിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാനായിട്ട്, ചുണ്ടിലൊക്കെ കളറ് വയ്ക്കാനൊക്കെ കേട്ടോ ഒക്കെ നല്ല ഒന്നാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കിപ്പോൾ വീട്ടിലുണ്ടാവുന്നതല്ലേ, ഇതൊക്കെ ഇതിനായിട്ട് പ്രത്യേകിച്ചായിട്ട് പൈസ കൊടുത്തൊന്നും ചെയ്യേണ്ട. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള റെമഡികളാണ് ഇതൊക്കെ. ഇത് നമ്മളെ മക്കൾക്കാണെങ്കിലും പറ്റി കൊടുക്കുക, നമ്മളാണെങ്കിലും ഇത് പറ്റി നമുക്ക് ജോലി ചെയ്യാമല്ലോ. അപ്പോൾ ഇതിനായിട്ട് സമയമൊന്നും മാറ്റി വെക്കേണ്ട. 10-20 മിനിറ്റ് മാറ്റി വെച്ചാൽ നമ്മളുടെ മുഖം നല്ല ഇതായിട്ടിരിക്കണം. ഒരു ബ്യൂട്ടി പാർലറും പോവാതെ തന്നെ കളർ വയ്ക്കാനും എപ്പോഴും സ്കിൻ എപ്പോഴും നല്ല ബ്യൂട്ടി ആയിട്ട് ഇരിക്കാനായിട്ട് നല്ല ഒന്നാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങുമല്ലോ, ഒന്ന് ഡ്രൈ ആവുക. അപ്പോൾ ഇത്തിരി കൂടി സമയം നമുക്ക് മുഖത്തൊന്നും കൂടി അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്നും കൂടി ഒരു ഐസും കട്ട എടുത്തിട്ട് മുഖത്തൊന്ന് പറ്റി ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതിട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ആവി കൊള്ളാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഒന്ന് ആവി കൊള്ളാട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആവി കൊള്ളാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖം നല്ല പോലെ മുഖം ഇങ്ങനെ ഒക്കെ നല്ല പോലെ അങ്ങനെ ആവി കൊള്ളിച്ച് കഴിഞ്ഞാൽ ആ കുരുക്കളൊക്കെ വരുന്നതൊക്കെ മാറും കേട്ടോ. ഞാനിപ്പോൾ മുഖം നല്ലപോലെ ആവി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തണുത്ത വെള്ളം കൊണ്ട് തന്നെ നല്ല പോലെ ഒന്നും കൂടി നമ്മളെ മുഖം ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. കഴുത്തിലും എല്ലായിടത്തും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കളറ് വരും എന്നുള്ളത് ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും എടുക്കേണ്ട, ആകെ ഒരു തരി ആവശ്യമുള്ളതല്ല. ഇതിപ്പോൾ ഞാൻ പാത്രം കഴുകാനും എൻ്റെ മുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഞാനിപ്പോൾ എൻ്റെ മുഖം നല്ല പോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. നമുക്ക് ഈ മൂക്കാണെങ്കിലും കണ്ണിൻ്റെ തടത്തിലത്തെ കരിവാളിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാനായിട്ട് നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസൊക്കെ 2 ചാനലിലും ഉണ്ട്, എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.